ഹലോ ഗൈസ്, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ട് അടിപൊളിയായിട്ടൊക്കെ പോകുന്നു. അപ്പം ഇന്ന് നമ്മുടെ പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാവരും രാവിലെ തന്നെ ഒരു 11:30 മണിയാകുമ്പോഴത്തേനും അവിടെ എത്തണം. അതിനെക്കൊണ്ട് സാരിയൊക്കെ ചുറ്റിനോണ്ട് കുറച്ച് നേരത്തെ തന്നെ റെഡി ആവാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നത്തെ ഡ്രസ് കോഡ് എല്ലാവരും സാരി ചുറ്റാന്നുള്ള പ്ലാനിലാണ്. അപ്പം എല്ലാവരും സാരിയൊക്കെ ചുറ്റി ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേട്ടപ്പം ഞങ്ങളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് പോകേണ്ടത് പൊല്യൂഷൻ ചെക്ക് ചെയ്യാനുണ്ട്. അപ്പം അതൊന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരെ ബ്രൈഡിൻ്റെ ഹാളിലേക്ക് പോവാം. എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് ഡയറക്റ്റ് അങ്ങോട്ട് പോകാമല്ലോ. അപ്പോൾ വീട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇത് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് പൊല്യൂഷൻ ചെക്ക് ചെയ്യണം. അതിൻ്റെ ഇവിടെ എന്തെങ്കിലും പോലീസ് കൈ കാട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുടുങ്ങും. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. ഞങ്ങളവിടെ എത്തി കുറച്ചൊരു 10 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഗ്രൂമിൻ്റെ കാറും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും എത്താൻ തുടങ്ങി. പിന്നെ എല്ലാവരും ഒരുമിച്ച് കയറണമല്ലോ. അപ്പം അതിന് സെറ്റായി എല്ലാവരും ബസ്സിന് വെയിറ്റ് ചെയ്തത്. ബസ് കുറച്ച് എന്തായാലും ടൈം പിടിക്കുമല്ലോ വരാൻ. എല്ലാം നമ്മൾ കാറ് വരുന്നപ്പോൾ അതിനങ്ങനെ സ്പീഡിൽ അങ്ങോട്ട് വരാൻ കഴിയില്ലല്ലോ. അതിനെക്കൊണ്ട് ഓരോ വെയിറ്റ് ചെയ്തതിന് എല്ലാവരും സെറ്റായി. പിന്നെ ബസ്സിൻ്റെ മുന്നിൽ കുറച്ച് അലങ്കാര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഷോർട്സിലൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഇങ്ങനത്തെ കുറച്ച് അലങ്കുലത്ത് പരിപാടികളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും വന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടേക്ക് ഹാളിലേക്ക് കയറുകയാണ്. പിന്നെ കയറി ചെന്നപ്പോൾ നല്ല വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. കോഫി ആയിരുന്നു വെൽക്കം ഡ്രിങ്ക് ആയിട്ട്. അപ്പം അതൊക്കെ കുടിച്ച് പിന്നെ ഫോട്ടോസ് ആസ് യൂഷ്വൽ കയറുന്നത് ഇറങ്ങുന്നത് ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസാണല്ലോ നമ്മൾ എല്ലാ പരിപാടിയിലും മെയിൻ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. അപ്പം അതെടുത്ത് വരുമ്പോൾ എങ്ങനെയായാലും ലേറ്റ് ആവും. അപ്പം അതൊക്കെ എടുത്ത് ഇങ്ങനെ സെറ്റായി വരുമ്പോൾ നമ്മളിതാ എല്ലാവരും ഇറങ്ങി. ബസ്സിലത്തെ ആൾക്കാരൊക്കെ ഇറങ്ങി, എല്ലാവരും ഇറങ്ങി ഒപ്പരം തന്നെ കയറുമല്ലോ. അപ്പം എല്ലാവരും ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. കാരണം ഓരോ ടൈമിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയി അവിടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഓരോ കല്യാണം തുടങ്ങാൻ വേണ്ടിയിട്ട്. നമ്മളെ ഫുഡ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ ഗസ്റ്റുകൾ പിന്നെ ഒക്കെ കൂടി ഒരു ഹറിബറി ആവുമല്ലോ. അതിനെക്കൊണ്ട് പിന്നെ നേരെ തന്നെ ഫുഡ് കഴിക്കാനാണ് ഒരു കേട്ടത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ബിരിയാണിയും നെയ്ച്ചോറും ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു, നെയ്ച്ചോറ്, ബീഫ് സ്റ്റൂ, മീൻ പൊരിച്ച, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ബസ്സിൻ്റെ മുകളിലുള്ള ബാനറില്ലേ അത് ഹാളിൽ ഒട്ടിക്കുക എന്നുള്ള പ്ലാനിൽ ചെക്കന്മാരെല്ലാവരും കൂടി അലമ്പാക്കുന്ന കുറച്ച് സീനൊക്കെ ഉണ്ടാവുമല്ലോ. എൻ്റെ നമ്മളെ ഇതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. ഇതിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടും കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇതിന് മുന്നേ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇരുന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കുറേ നേരം ഫോട്ടോസ് എടുക്കുന്ന പരിപാടികളൊക്കെ ആയിരുന്നു. നമ്മളെല്ലാവരും ഗ്രൂപ്പായിട്ട് സാരിയൊക്കെ ചുറ്റിയിട്ടുള്ള ഒരു സെറ്റ് ഫോട്ടോസൊക്കെ ഉണ്ടാവുമല്ലോ, കസിൻസ് എല്ലാവരും കൂടി. അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുക്കലും പരിപാടികളൊക്കെ ആയിരുന്നു. അതിന് ശേഷം നമ്മളെ ബ്രൈഡിൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ബ്രൈഡിൻ്റെ എൻട്രി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാനർ കാര്യങ്ങളൊക്കെ ബ്രൈഡ് കണ്ട് അവിടെ ഒരു സീൻ ഉണ്ടാവുമല്ലോ, കുറേ പഴയ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ബാനർ സെറ്റ് ചെയ്തതായിരുന്നു. അപ്പം അതൊക്കെ കണ്ടിങ്ങനെ ഓരോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കലും പിന്നെ ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ കുട്ടികൾ ബ്രൈഡിൻ്റെ ഭാഗത്തുള്ള കുട്ടികളെ ഡാൻസും പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം അതൊക്കെ കണ്ടിരുന്നു.
പിന്നെ എന്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് കോപ്പിറൈറ്റ് ഇഷ്യൂ കാരണം ഇവിടെ സോങ് എന്തായാലും അപ്ലോഡ് ചെയ്യാൻ കഴിയില്ല. ഇതിനെക്കൊണ്ട് കുറച്ച് വീഡിയോസ് എടുക്കാൻ നിന്നിട്ടുള്ളൂ. പിന്നെ എല്ലാവരും ഗ്രൂപ്പായിട്ടുള്ള മൊത്തത്തിൽ ഫാമിലി ഗ്രൂപ്പായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെ ഞങ്ങളിതാ ഹാളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ തന്നെ നല്ല സൈഡായിട്ടുണ്ടായിരുന്നു. രാവിലെ ഇപ്പോഴത്തെ കല്യാണം എന്ന് പറഞ്ഞാൽ രാവിലെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോവുക, തിരിച്ചിങ്ങോട്ട് വരിക, അങ്ങനെയൊക്കെ ആണല്ലോ. പിന്നെ നമ്മളവിടേക്ക് വരുന്നത് പിറ്റേന്നാണ് കേട്ടോ, ഞായറാഴ്ചയാണ്. ഇത് സാറ്റർഡേത്തെ പരിപാടിയായിരുന്നു. പെണ്ണിൻ്റെ വീട്ടിൽ സാറ്റർഡേ ആയിരുന്നു പരിപാടി. പിന്നെ വീട്ടിലെത്തി ഇതൊക്കെ ഒന്ന് ഊരി വെച്ചാൽ മതിയേനേ എന്നുള്ളൊരു മൂടായിരുന്നു. അത്രയും ടയേർഡായിപ്പോയി. സാരിക്ക് ചുറ്റി ഫസ്റ്റ് ടൈം അല്ല, സെക്കൻഡ് ടൈം അല്ല, 2-3 വട്ടമൊക്കെ ചുറ്റിയിട്ടുണ്ടായിരുന്നു. കോളേജിൽ തന്നൊക്കെ പ്രോഗ്രാമിനൊക്കെ വേണ്ടി ചുറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ മെഹന്തി നൈറ്റിന്, എൻ്റെ കല്യാണത്തിൻ്റെ മെഹന്തി നൈറ്റിനും ചുറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇതിങ്ങനെ നമ്മളൊരു പോയി വരുമ്പോൾ തന്നെ നമ്മളൊരു ടയേർഡാവുമല്ലോ, ആ സീനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമ്മളൊരു 6-6:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇന്ന് നമ്മളെ ഭാഗത്തുള്ള തലേന്നത്തെ വരെ കല്യാണത്തിൻ്റെ തലേന്നൊരു പ്രോഗ്രാം ഉണ്ടാവില്ല, അതാണ് ഇന്ന്. നമ്മളവിടെ ഇന്ന് തലേന്ന്, അങ്ങനെയാണ്. നാളെ മെയിൻ കല്യാണം. ഇന്നിപ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേനല്ലോ കല്യാണം. ഇന്ന് ഞങ്ങൾ തലേന്ന്, നാളാണ് നമ്മൾ മെയിൻ പരിപാടി. അങ്ങനെ ഞങ്ങളിതാ വീണ്ടും ഗ്രൂമിൻ്റെ വീട്ടിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തി പിന്നെയും നമ്മൾ സാധാ വെൽക്കം ഡ്രിങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും പോയാൽ കിട്ടുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് പിന്നെ നമ്മളിതാ കുട്ടികളുടെ കൂടെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുക, കുറച്ച് വർത്താനം പറഞ്ഞിരിക്കുക, അങ്ങനെയാണല്ലോ നമ്മളെ കല്യാണം പരിപാടികളൊക്കെ പോകും. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾ, ഫുഡ് ഇതേമാതിരി ബിരിയാണി ആയിരുന്നു. നൈറ്റിൽ ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, തൈര്, അങ്ങനത്തെ അതിൻ്റെ സൈഡ് ഐറ്റംസ് എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിൻ്റെ ശേഷമാണ് ഇനിയാണ് നമ്മളുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് ഡാൻസ് പരിപാടി, എല്ലാവരും സ്റ്റേജ് കയറിയിട്ട് ഒരു അൽക്കുലത്ത് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി സ്റ്റേജ് കയറി പാട്ട്, വീഡിയോ, പാട്ടിട്ടുങ്ങാണ്ട് ഡാൻസ് കളിക്കുക, ഓരോ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഓരോ പരിപാടികളാണ് കേട്ടോ. ഇതൊന്നും കുറേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള പരിപാടികളൊന്നുമല്ല. ഇതൊക്കെ അപ്പം സ്പോട്ടിൽ എന്താണോ നമുക്ക് തോന്നുന്നത്, ഏതാണോ സോങ് അപ്പം തോന്നുന്നത്, അത് വെച്ചിട്ട് നമ്മൾ ഒപ്പന കളിക്കുക, ഡാൻസ് കളിക്കുക, അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ ആയിട്ട് കുറേ നേരം അങ്ങനെ പോയി. പിന്നെ അതേമാതിരി പെണ്ണിൻ്റെ വീട്ടിലേക്ക് നമ്മളെ ബ്രൈഡിന് നമുക്ക് നാളെ ഇടാനുള്ള ഡ്രസ്സ് കൊണ്ടു കൊടുക്കുക, അങ്ങനത്തെ ഓരോ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇനി നമ്മൾ അടുത്ത പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ബ്രൈഡിൻ്റെ വീട്ടിൽ ഡ്രസ്സൊക്കെ കൊണ്ടുകൊടുത്ത് വരുമ്പോൾ കുറച്ച് പേര് പോയിട്ടുണ്ടായിരുന്നു. ഒരു തിരിച്ച് വരുമ്പോൾ തന്നെ ഒരു 1:30 ആയിട്ടുണ്ടാവും. പോയി വന്നതിൻ്റെ ശേഷമാണ് ഇനി നമ്മളുടെ മെയിൻ പരിപാടി. പുറത്ത് പോവുക, രാത്രി 2 മണിക്ക് പുറത്ത് പോവുക, ബീച്ചിൽ പോവുക, എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വരിക. മുല്ലപ്പൂ വാങ്ങാൻ പോവാന്നാണ് മെയിനായിട്ട് പറയുക. പക്ഷെ മുല്ലപ്പൂ ആവശ്യമുള്ളവർ മാത്രം വാങ്ങുള്ളൂ, മുല്ലപ്പൂ എല്ലാവരും വാങ്ങലൊന്നുമില്ല. പക്ഷെ പേരതാണെങ്കിൽ പോലും പോയി ഒന്ന് ചുമ്മാ എല്ലാവരും കൂടി കറങ്ങി വരിക. ഇതിവിടെ എല്ലാ ഫംഗ്ഷനും ഉണ്ടാവണം. ഇങ്ങനെ എന്തെങ്കിലും കല്യാണം അങ്ങനത്തെ പരിപാടികൾ ഉണ്ടാകുമ്പോൾ രാത്രി എല്ലാവരും കൂടി പുറത്ത് പോവുക. അതിന് മുന്നൊക്കെ ഓരോ ഷോർട്സൊക്കെ എല്ലാവരും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പുറത്ത് പോകാമെന്നുള്ള ഒരു പരിപാടി ഇവിടെ ഉണ്ടാവലുണ്ട്. അപ്പം ഒരു 2 മണിയൊക്കെ എല്ലാവരും ഇതാ റെഡിയായി. എല്ലാവരും ഓരോന്ന് വണ്ടിയിലും കാറിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എല്ലാവരും കൂടി പോയി. നല്ല ചായയും അതുപോലെ തന്നെ പൊരിച്ചത്തിരി ഉണ്ടായിരുന്നു. വേറെ എന്തൊക്കെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് നേരം അതൊക്കെ നോക്കിന്ന് സമയം നോക്കണം കേട്ടോ. രാത്രി 2 മണിക്കാണ് എല്ലാവരും കൂടി ഇതിന് പോയത്. മുല്ലപ്പൂ വാങ്ങാനെന്നുള്ള പേരാണെന്നുള്ളൂ. പക്ഷേ ചായയൊക്കെ കുടിച്ച് പിന്നെ പാളയം പോയിട്ട് മുല്ലപ്പൂ ഒക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ വരിക. അതാണ് നമ്മളെ മെയിൻ പരിപാടി. അപ്പം അങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ കല്യാണ തലേന്ന് ദിവസത്തെ പരിപാടി കാര്യങ്ങൾ. അപ്പം ഇതിൻ്റെ മെയിൻ വീഡിയോ, നമ്മളെ മെയിൻ കല്യാണ വീഡിയോ നാളെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നാളെ അല്ലെ മറ്റന്നാളായിട്ട് എന്നെയും ഫ്രീ കിട്ടുന്നതിനനുസരിച്ച് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ബിസി ആയിപ്പോയി, ട്യൂഷനും കാര്യങ്ങളും എക്സാമൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിട്ടാണ് വീഡിയോസും ഇതൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തത്. സോറി ഫോർ ദാറ്റ്. അപ്പം നമ്മൾ മുല്ലപ്പൂ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു, ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മളെ തലേന്നത്തെ വീഡിയോ, അല്ലെങ്കിൽ നമ്മളെ വെഡ്ഡിങ് വീഡിയോ, പെണ്ണിൻ്റെ ഭാഗത്തുള്ള വെഡ്ഡിങ് വീഡിയോ ഒക്കെ ആയിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.